Welcome back to my channel Jasna's Cook Bites. Chicken karahi. നമ്മൾ നോർത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സിലോ അല്ലെന്നുണ്ടെങ്കിൽ പാകിസ്ഥാനി റെസ്റ്റോറൻറ്റ്സിലൊക്കെ പോകുമ്പോൾ അവിടുത്തെ മെനുവിൽ കാണുന്ന ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഡിഷാണ് ചിക്കൻ കരാഹി. ഇത് വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. ഇത് നമ്മൾ സാധാരണ മസാലപ്പൊടിയും തൈരും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. നമ്മൾ സവോള വഴറ്റുന്ന പരിപാടി അല്ലെങ്കിൽ അങ്ങനത്തെ ഒന്നും ഇതിലില്ല. സവോള തന്നെ നമ്മളിതിൽ ഉപയോഗിക്കുന്നില്ല. പിന്നെ ഇത് നമ്മുടെ പൊറോട്ട, ബട്ടൂര, നാൻ, വൈറ്റ് റൈസ് അല്ലെങ്കിൽ നമ്മുടെ നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ നല്ല മാച്ച് ആയിട്ടുള്ള ഒരു കറിയാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് ഒന്ന് നോക്കാം. നമ്മുടെ കരാഹി ചിക്കന് ആദ്യം വേണ്ടത് 1 കിലോ ചിക്കൻ. ഞാനിവിടെ ഇത്തിരി വലിയ പീസായിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ചിക്കൻ്റെ പീസിൻ്റെ വലിപ്പമൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം. ചെറുതാക്കി വേണമെങ്കിൽ ചെറുതാക്കി എടുക്കാം, വലുതാക്കി വേണമെങ്കിൽ വലുതാക്കി എടുക്കാം. നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാല ചേരുവകൾ: 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വേണം, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാല, അതിനാവശ്യമായിട്ടുള്ള ഉപ്പ്, പിന്നെ 1 ടേബിൾ സ്പൂൺ കസൂരി മേത്തി. ഇത്രയും മസാല ചേരുവകൾ ഇതിനാവശ്യമുണ്ട്. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഇതിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ നിങ്ങൾക്ക് ചെയ്യാം. ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് 2 വലിയ തക്കാളി വേണം, പിന്നെ 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വേണം, പിന്നെ 3 പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട്, അത് നടുക ഞാനൊന്ന് കീറിയിട്ടുണ്ട്, പിന്നെ ആവശ്യത്തിനുള്ള മല്ലിയില, പിന്നെ 1/2 കപ്പ് തൈര്, നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം, വഴറ്റാൻ ആവശ്യമായിട്ടുള്ള സൺഫ്ലവർ ഓയിൽ. അപ്പം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ, ആ ചിക്കനിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള മുഴുവൻ മഞ്ഞൾപ്പൊടി നമ്മൾ ആദ്യം ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് ഉപ്പ്, അതെ മുഴുവൻ ഉപ്പ് ചേർക്കാണ്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അത് ആ ചിക്കനിൽ തേച്ച് പിടിപ്പിക്കുക. അപ്പോൾ മഞ്ഞളും ഉപ്പും നന്നായിട്ട് ഞാൻ ചിക്കനിൽ പുരട്ടിയിട്ടുണ്ട്. ഒരു ചൂട് കെട്ടിയുള്ളൊരു പാത്രം വെച്ചിട്ട് കത്തിച്ചു. ഇനി ഞാൻ അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ആ പാനിലേക്ക് നമ്മൾ മഞ്ഞളും ഉപ്പും കൂടിയിട്ട് ചേർത്ത് പുരട്ടി വെച്ചിട്ടുള്ള ചിക്കൻ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി തീ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ആദ്യത്തെ 2 മിനിറ്റ് നമ്മൾ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. കൈ എടുക്കാണ്ട് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. 2 മിനിറ്റിന് ശേഷം ഒന്ന് കളർ മാറിയിട്ട് വരുമ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നന്നായിട്ട് അത് ചേർത്തിട്ട് മിക്സാക്കി എടുക്കണം. നമ്മളിങ്ങനെ മിക്സാക്കി ഇളക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾ ചേർത്തിട്ടുള്ള ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അന്ന് പച്ചമണമൊക്കെ മാറി അതൊന്ന് മുരിഞ്ഞതായിട്ട് വരികയും ചെയ്യും. ഇപ്പോഴൊക്കെ നമ്മൾ തീ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെക്കുന്നത്. ആ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് മൂത്ത സ്മെല്ല് വരുമ്പോൾ നമ്മൾ മറ്റുള്ള പൊടികൾ അതിലേക്ക് ചേർത്ത് കൊടുക്കണം. ആദ്യം നമ്മൾ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണം, പിന്നെ നമ്മൾ മുളക് പൊടി ചേർത്ത് കൊടുക്കണം, പിന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഗരം മസാലയും അതിലേക്ക് ചേർത്ത് കൊടുക്കണം. തീ ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ ഈ പൊടികൾ അതിൻ്റെ കൂടെ ചേർത്ത് മിക്സാക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ നമ്മുടെ പൊടികളെല്ലാം ഇതിൽ കിടന്നിട്ട് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ഇതിൽ നിന്ന് ആ പച്ചമുളക് ഇട്ട് കൊടുക്കണം, തക്കാളിയും ഇട്ട് കൊടുക്കണം. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള തൈര് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് അത് മിക്സാക്കുക. തക്കാളിയും തൈരും എല്ലാം ചേർത്ത് മിക്സാക്കിയതിന് ശേഷം നമ്മൾ ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് നമ്മൾ അടച്ചു വെച്ചിട്ട് വേവിക്കണം. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പം തന്നെ കാണാൻ നല്ല ഭംഗിയില്ലേ. ഇനി നമ്മൾ തീ ഇത്തിരി ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള കുരുമുളക് പൊടി നമുക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ അത് കഴിയുമ്പോൾ കസൂരി മേത്തി ചേർത്ത് കൊടുക്കുക. കസൂരി മേത്തി നമ്മൾ ചേർക്കുമ്പോൾ കൈ കൊണ്ട് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ നമ്മൾ ഒന്ന് ക്രഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. ഇപ്പം നിങ്ങൾ ഹാഫ് ചേർത്ത് കൊടുക്കുക. കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കുക. ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഗ്രേവിയുടെ ആ കൺസിസ്റ്റൻസി നിങ്ങൾക്ക് തീരുമാനിക്കാം.
ഈ സമയത്ത് നമ്മൾ ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം. പിന്നെ കുറച്ചും കൂടി കസൂരി മേത്തി ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് കുറച്ചും കൂടി മല്ലിയിലയും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ചേർത്ത് മിക്സാക്കിയതിന് ശേഷം നമ്മുടെ ചിക്കൻ്റെ വേവ് അനുസരിച്ചിട്ട് 5-10 മിനിറ്റും കൂടി നമ്മൾ അടച്ചു വെച്ചിട്ട് വേവിക്കേണ്ടി വരും. അപ്പോൾ ഞാനിത് അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കൂടുതലായിട്ടുണ്ട്. ഞാനപ്പോൾ അത് തുറന്ന് നോക്കുകയാണ് കേട്ടോ. കണ്ട ഇപ്പം നമ്മുടെ കറി കണ്ട, അതായത് ഞാൻ വളരെ കുറച്ച് വെളിച്ചെണ്ണ ഇതിൽ ഉപയോഗിച്ചുള്ളൂ, പക്ഷെ നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റും ആ ഗ്രേവിയും അത്യാവശ്യം തിക്കായിട്ടുള്ള ഗ്രേവിയാണ്. അത്ര ലൂസ് ഗ്രേവി അല്ലേ, നമ്മളിതിൽ സവോളയൊന്നും ചേർത്തിട്ടില്ലല്ലോ, പക്ഷെ നമുക്ക് നല്ല തിക്കായിട്ടുള്ള ഒരു ഗ്രേവി കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മുടെ കറി കാണാൻ തന്നെ നല്ല ഭംഗി. ഞാനിപ്പോൾ നമ്മൾ സെർവ് ചെയ്യുന്ന ഒരു പാത്രത്തിലേക്ക് അത് മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ മേലെ ജൂലിയൻ കട്ട്സ് ഉള്ള ഇഞ്ചിയും പിന്നെ അതായത് നീളത്തിൽ അരിഞ്ഞിട്ടുള്ള ഇഞ്ചിയും പിന്നെ മല്ലിയില ഇട്ടിട്ടാണ് ഞാൻ ഗാർണിഷ് ചെയ്തിട്ടുള്ളത്. ഇഞ്ചി തീർച്ചയായിട്ടും അതിൻ്റെ മേലെ നമ്മൾ നീളത്തിൽ അരിഞ്ഞിട്ട് കൊടുക്കണം. അപ്പോൾ ആ ചൂടിൽ ആ ഇഞ്ചിയുടെ ഫ്ലേവർ അതിലേക്ക് ഒന്ന് ഇറങ്ങും. ഇനി ഇഞ്ചിയുടെ ഫ്ലേവർ കൂടുതൽ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലാസ്റ്റ് കറി ഓഫാക്കുന്ന സമയത്ത് ഇതുപോലെ നീളത്തിലരിഞ്ഞ ഇഞ്ചി കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് വളരെ ഈസിയാണ്, നമ്മൾ സവോളയൊന്നും ചേർക്കാതെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. നമുക്ക് ആ ചിക്കൻ വേവുന്ന ആ ഒരു ടൈമേ നമുക്ക് എടുക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും അത് ട്രൈ ചെയ്തിട്ട് നോക്കണം.